ഹലോ ഫ്രണ്ട്സ്. അപ്പം ഞാനിന്ന് മുടി വെട്ടാൻ പോവാട്ടോ. അപ്പോൾ ഒന്ന് റെഡി ആയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ എടുക്കാറില്ലേ, ഞാൻ അങ്ങനെ റെഡി ആവുന്ന ഒരാളല്ല കേട്ടോ. ഒരുപാട് മേക്കപ്പ് അങ്ങനെ അതിനോടൊന്നും താല്പര്യമില്ല. അതുകൊണ്ടാണ് വീഡിയോയിലും അങ്ങനെയൊന്നും കാണാത്തത്. എന്നോട് കുറേ പേര് ചോദിച്ചിരുന്നു വീഡിയോ എടുക്കുമ്പോൾ കുറച്ചൊന്ന് റെഡി ആയിട്ട് ചെയ്തൂടെ. ഞാൻ നോർമൽ അങ്ങനെയാണുള്ളത്. അപ്പോൾ മേക്കപ്പ് ചെയ്ത് റെഡിയായി ഒക്കെ അവിടെ വന്ന് വീഡിയോ എടുത്തിട്ട് പിന്നെ ഒരു ദിവസം ഇത് ചെയ്യാനൊരു സാഹചര്യം കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്നാവും എല്ലാം ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് ചിലപ്പോൾ എനിക്ക് മേക്കപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ റെഡി ആവാനോ നേരം കിട്ടില്ല. അപ്പൊ ആ സമയത്തും എനിക്കൊരു വീഡിയോ എടുക്കണം എന്നുണ്ടെങ്കിൽ അത് പിന്നെ അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഞാനായിട്ട് തന്നെ എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അതായിരിക്കും ഈസി എന്ന് തോന്നി. അപ്പൊ അത് കാരണമാണ് ഞാൻ ഒന്നും ചെയ്യാൻ. ഞാൻ നോർമലി അത്രേ ചെയ്യാറുള്ളൂ, കണ്ണെഴുതും പൊട്ട് വയ്ക്കും, അത്രേ ചെയ്യാറുള്ളൂ. അപ്പൊ അത് മതിയെന്ന് വിചാരിച്ചിട്ട് തന്നെയാണോ വീഡിയോയിലൊക്കെ ഇങ്ങനെ വരുന്നത്. അപ്പൊ എന്നെ അങ്ങനെ അംഗീകരിക്കണം എന്നാണ് ഞാൻ സത്യം പറഞ്ഞാൽ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇന്ന് ഞാനിപ്പോൾ ചെയ്യുന്നതേ ഒന്നിനല്ല, മുടി വെട്ടാൻ പോവാണ്. അപ്പോൾ ഒരു ബ്യൂട്ടി പാർലറിൽ പോകുമ്പോൾ കുറച്ചൊന്ന് ഭംഗിയായിട്ട് പോവാന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് അങ്ങനെ പോവാണ്. അപ്പൊ അങ്ങനെ അധികമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒരു ക്രീം കഴിക്കുന്നു, കണ്ണെഴുതുന്നു, പൊട്ട് ഇടുന്നു. ആകെ ചെയ്യുന്ന ഒരു കാര്യം ലിപ്സ്റ്റിക് ഇടുക എന്നുള്ളത് മാത്രം. വേറെ ഒന്നും കാര്യമായിട്ട് ചെയ്യാറില്ല. ഈ ലിപ്സ്റ്റിക് നമ്മൾ നല്ല കളർ ഇടുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തിന് നല്ലൊരു കളർ വരും. ആ ഒരു അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. റെഡി ആയിട്ടേ മുടി വെട്ടാൻ പോകും. അപ്പൊ അതാ ഞാൻ റെഡി ആയിട്ടോ. ഇത്രയേ ഉള്ളൂ. എന്താന്ന് വെച്ചാൽ എന്നോട് ഒരുപാട് പേര് ഹെയർ കെയർ റൊട്ടീൻ എന്താന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ ഹെയർ കെയർ റൊട്ടീൻ എന്ന് പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ കാര്യമായിട്ടുള്ള റൊട്ടീൻ എനിക്കില്ല. റൊട്ടീൻ ഉള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷാമ്പു അപ്ലൈ ചെയ്യും, കണ്ടീഷണർ അപ്ലൈ ചെയ്യും, സീറം അപ്ലൈ ചെയ്യും. ഈ 3 കാര്യങ്ങളാണ് ഞാൻ നോർമലി ചെയ്യുന്നത്. വേറെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ല. എല്ലാവരും ചെയ്യുന്ന പോലെ നോർമൽ ഒരു ഹെയർ എങ്ങനെ നമ്മൾ ടേക്ക് കെയർ ചെയ്യും അത്രയും കാര്യങ്ങളെ ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞു തരാമെന്ന് ഞാൻ വീഡിയോ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വിചാരിച്ച് ഞാൻ എന്തായാലും ഇന്നിപ്പോ ഒരു വീഡിയോ മുടി കട്ട് ചെയ്യാൻ പോവാം. അപ്പൊ നമുക്ക് ബന്ധപ്പെട്ട ഒരു ടോപ്പിക് കിട്ടിയപ്പോൾ ഞാൻ എന്തായാലും ഇതിന്റെ കൂടെ എന്റെ ഹെയർ കെയർ റൂട്ടീൻ എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. അപ്പോ എന്റെ റൊട്ടീൻ എന്താന്ന് വെച്ചാല് ഞാന് ഷാമ്പു ചെയ്യുന്നതിന് മുന്നേ ഫസ്റ്റ് ചെയ്യുന്നത് തലയില് എണ്ണ തേക്കും. കോക്കനട്ട് ഓയിൽ ആട്ടോ അപ്ലൈ ചെയ്യുന്നത്. നമ്മുടെ വീട്ടിൽ ആട്ടിയ വെളിച്ചെണ്ണ കിട്ടില്ലേ, വീട്ടിലെ നാളികേരം ആട്ടി അത് വീട്ടിൽ നിന്ന് എടുത്തിട്ട് വരും. അതാണ് തലയിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഷാമ്പു ചെയ്യുന്നതിന്റെ മുന്നേ മാത്രമേ ഓയിൽ അപ്ലൈ ചെയ്യാറുള്ളൂ. അങ്ങനെ എണ്ണ തേച്ച് തലയിൽ ഇടാറില്ല. അത് ഒരു കാര്യം. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഇതേപോലെ ഒരു ബ്യൂട്ടീഷ്യന്റെ റെക്കമെൻഡേഷൻ കിട്ടിയതാണ്. അപ്പൊ അതെന്താന്ന് വെച്ചാല് എണ്ണ തേക്കുക. നമ്മളെ കോക്കനട്ട് ഓയിലോ ഏത് എണ്ണയാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ അത് അപ്ലൈ ചെയ്യാം. അത് ചെയ്തതിന് ശേഷം ഈ നമ്മളെ വൈറ്റ് കളറുള്ള തോർത്തുകൊണ്ടില്ലേ, കോട്ടന്റെ തോർത്തുകൊണ്ട്, ഇത് ഒരു ചൂട് വെള്ളത്തിൽ ഡിപ്പ് ചെയ്യാം. ഡിപ്പ് ചെയ്തിട്ട് പിഴിഞ്ഞെടുക്കുക. അപ്പൊ ആ തോർത്തുകൊണ്ടിന് ഒരു ചൂടുണ്ടാവില്ലേ, അത് നമ്മുടെ തലയിൽ കെട്ടിവെക്കുക. അപ്പൊ ആദ്യം നമ്മളെ മുടി മുകളിലേക്ക് ഒന്ന് കെട്ടിവെക്കുക. എന്നിട്ട് ആ മുടിയിൽ ഈ തോർത്തുകൊണ്ട് കെട്ടിവെക്കുക. അപ്പൊ ആ തോർത്തുകൊണ്ടിന്റെ ചൂട് അല്ലെങ്കിൽ ആ വാം നമ്മുടെ ഹെയറിന് കിട്ടും. അപ്പോ അതാണ് ഫസ്റ്റ് കാര്യം ഞാൻ ചെയ്തത്. മുടി കൊഴിച്ചിലുണ്ടായിരുന്ന ഒരു സമയത്ത് ഭയങ്കരമായിട്ട് മുടി കൊഴിഞ്ഞിരുന്നു, ഒരുപാട് പോയിട്ടുണ്ടായിരുന്നു മുടി. അപ്പൊ ആ സമയത്ത് ചെയ്ത കാര്യം അതാണ്. അതിനുശേഷം ഷാമ്പു അപ്ലൈ ചെയ്യും. ഷാമ്പു അപ്ലൈ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ 2 times അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് ടൈം ഒന്ന് വെള്ളത്തില് ഷാമ്പു ആക്കിയിട്ട് ആ വെള്ളം പതപ്പിച്ചിട്ട് അതാണ് കേട്ടോ തലയിൽ അപ്ലൈ ചെയ്യുന്നത്. ഡയറക്റ്റ് ഷാമ്പു ഞാൻ അപ്ലൈ ചെയ്യാറില്ല. അങ്ങനെ അപ്ലൈ ചെയ്യും. ഒരു പ്രാവശ്യം അങ്ങനെ അപ്ലൈ ചെയ്ത് വാഷ് ചെയ്ത് കളയും. പിന്നെ അതുപോലെ തന്നെ ഒരു പ്രാവശ്യം വെള്ളത്തിൽ ഷാമ്പു ആക്കിയിട്ട് അതുപോലെ വാഷ് ചെയ്ത് കളയും. അതിനുശേഷം ആ വെറ്റ് ഹെയറിൽ തന്നെ എന്ത് ചെയ്യുന്ന വെച്ചാൽ കണ്ടീഷണർ അപ്ലൈ ചെയ്യും. എന്നിട്ട് ഒരു 3 to 5 minutes ഞാനത് തലയിൽ തന്നെ ഹോൾഡ് ചെയ്യും. മുടി മുകളിൽ കെട്ടി വെക്കും. ഒരു 5 minute അതങ്ങനെ വെയിറ്റ് ചെയ്യും. അതിനുശേഷം കണ്ടീഷണർ വാഷ് ചെയ്ത് കളയും. ഒരുപാട് വാഷ് ചെയ്ത് കളയില്ല, കുറച്ച് കണ്ടീഷണർ നമ്മൾ തലയിൽ വേണമല്ലോ. അപ്പോൾ ഷാമ്പു വാഷ് ചെയ്ത് കളഞ്ഞ പോലെ കണ്ടീഷണർ വാഷ് ചെയ്ത് കളയില്ല. ചെറിയൊരു സോഫ്റ്റ്നെസ് മുടിയിൽ വെച്ചിട്ട് ഞാൻ അത് വാഷ് ചെയ്ത് കളയുള്ളൂ. അതിനുശേഷം ഞാൻ ഉപയോഗിക്കുന്ന തോർത്തും കൊണ്ട് ഉപയോഗിച്ചിട്ട് എന്താ സെന്ററിൽ ഒന്ന് നന്നായിട്ട് തോർത്തും, ഇവിടെ മാത്രം നന്നായിട്ടൊന്ന് ഉരയ്ക്കും. ഒരുപാട് മുടി ഇങ്ങനെ ആക്കിയിട്ട് തോർത്താറില്ല കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ടായി. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന തോർത്തുമുണ്ട് ഡെക്കാത്ലോണത്തെ ഒരു മൈക്രോ ഫൈബറിന്റെ തോർത്തുകൊണ്ടാണ്.
നല്ല അടിപൊളി തോർത്തുണ്ടാട്ടോ അത്. അതുകൊണ്ട് കെട്ടി വെച്ചാൽ തന്നെ നമ്മുടെ മുടി പെട്ടെന്ന് വെള്ളമൊക്കെ വലിഞ്ഞു പോകും. നമ്മൾ ഒരുപാട് തോർത്തേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അപ്പോൾ എന്നിട്ട് ആ വെറ്റായ ഹെയറിൽ തന്നെയാണ് ഇതിന് സിറം അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ സിറം തലയോട്ടിയിൽ തട്ടിക്കരുത്, നമ്മുടെ ഇവിടെ ആക്കരുത്, മുടി കൊഴിഞ്ഞു പോകും. ബാക്കി മുടിയിൽ ഹെയറിൽ മാത്രം തട്ടിക്കുക, സ്കിന്നിൽ തട്ടണ്ട. അപ്പൊ അത്രയാണ് ഞാൻ ഒന്ന് ചെയ്യുന്നത്. ഹെയർ കെയർ റൊട്ടീൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അത്രേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ല, വേറെ ഒന്നും ഞാൻ ചെയ്യാറില്ല. പിന്നെ നമ്മൾ വേറെ ശ്രദ്ധിക്കേണ്ട കാര്യം, മുടി കോമ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഞാൻ എങ്ങനെ കോമ്പ് ചെയ്യാന്ന് വെച്ചാൽ, അപ്പോൾ രണ്ട് സൈഡിലേക്ക് മുടി ഇങ്ങനെ എടുക്കും, എന്നിട്ട് ഈ ഒരു സൈഡ് ചീവി വൃത്തിയാക്കും. ആദ്യം ഇത് ചീവി വൃത്തിയാക്കും, മുടിയുടെ കെട്ടുകളയും. അതുപോലെ ഇത് ഇവിടെ വെച്ചിട്ട് ഈ ഒരു സൈഡ് ചീവി വൃത്തിയാക്കും. അപ്പോൾ നമ്മുടെ മുടിയിൽ ഒരുപാട് കെട്ടുള്ള സമയത്ത് നമ്മൾ ഇങ്ങനെയാണ് മുടി ചെയ്യേണ്ടത്. അപ്പോൾ എൻ്റെ അമ്മ കോമ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ, നമ്മൾ ഈ ബ്യൂട്ടി പാർലറിലൊക്കെ കോമ്പ് ചെയ്യില്ലേ, അവര് ഇങ്ങനെ കുറെ ലോങ് ഹെയർ ഉള്ളവരെ മുടി കോമ്പ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാല്, നിങ്ങള് ബ്യൂട്ടി പാർലർ പോകുമ്പോൾ ഇങ്ങനെ ഹെയറിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ കുറച്ചെടുക്കും. അപ്പൊ എൻ്റെ അമ്മയൊക്കെ ഇങ്ങനെയായിട്ട് കോമ്പ് ചെയ്യാൻ. ഞാൻ പണ്ട് പോലെ, ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ എൻ്റെ അമ്മ കോമ്പ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് ഇങ്ങനെ അമ്മ കോമ്പ് ചെയ്യും, ഇങ്ങനെ വയ്ക്കും. എന്നിട്ട് ഈ ഹെയർ ഇപ്പൊ നമുക്ക് എവിടെ വയ്ക്കാറില്ല, അപ്പൊ ഇതിങ്ങനെ ഇങ്ങോട്ടേക്ക് വയ്ക്കും. എന്നിട്ട് അടുത്തൊരു സെക്ഷൻ എടുക്കും. അപ്പൊ ഇത്രയൊന്നും എടുക്കില്ല കേട്ടോ, കുറച്ചേ എടുക്കുള്ളൂ. ഞാൻ ഒരുപാട് എടുത്തു, ഇത്രയൊന്നും എടുക്കില്ല. ഞാൻ വേഗം വെച്ച് ഞാൻ ഈ ഒരു രീതിയിൽ കോമ്പ് ചെയ്യാറില്ല കേട്ടോ, എനിക്ക് ക്ഷമയില്ല അതിനുള്ള. ഇങ്ങനെ എടുക്കും, എന്നിട്ട് ഇതും ഇവിടേക്ക് വെക്കും, ഇങ്ങനെ വെക്കും. എന്നിട്ട് അടുത്ത സെക്ഷൻ എടുക്കും, അതും അങ്ങനെ വെക്കും. അപ്പൊ എനിക്കിതൊരു എനിക്കതൊരു എന്താ പറയാ, ബുദ്ധിമുട്ടായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോ ഞാൻ ഈ സൈഡ് വളവെടുത്തിട്ട് അങ്ങനെ ചെയ്തതുകൊണ്ടാണോ അങ്ങനെ പ്രശ്നം വന്നത്. ഇത് സെന്ററിൽ വളവെടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു സീനൊന്നുമില്ല, നമുക്ക് കൂളായിട്ട് തന്നെ നമ്മുടെ മുടിയുടെ കെട്ടൊക്കെ ഇട്ടാൽ. അപ്പോൾ അധികം മുടി കൊഴിയില്ല അങ്ങനെ ചെയ്യുമ്പോൾ. എന്താ വെച്ചാൽ തീരെ മുടി കൊഴിയില്ല, നമുക്ക് കുറച്ച് പൊട്ടി പൊട്ടി പോകുന്നതൊക്കെ സ്റ്റോപ്പ് ആവും. അപ്പൊ അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ അങ്ങനെ മുടി ചെയ്യുന്നതിൽ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചെറുപ്പം മുതലേ കാണുന്നതാണ് വീട്ടിലമ്മ അങ്ങനെ മുടി ചെയ്യുന്നത്. പക്ഷെ എനിക്കത് ഫോളോ ചെയ്യാൻ പറ്റാറില്ല, കാരണം അത്രയ്ക്ക് ക്ഷമല്ല. അമ്മയ്ക്ക് നല്ല പേഷ്യൻസാണ്, ഓരോന്നും ചെയ്ത് 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 മെല്ലെ മെല്ലെ ചെയ്യും. പക്ഷെ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ടില്ല. അപ്പോൾ ഇങ്ങനെയാണ് മുടി ചെയ്യുന്നത്. അപ്പോൾ ലോങ് ഹെയർ ഉള്ളവർ മുടി അങ്ങനെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ, മുടി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ എത്ര കെയർ എടുക്കുന്നു, ചെയ്യുമ്പോഴൊക്കെ എത്രത്തോളം ശ്രദ്ധിക്കുന്നതോ അത്രയും നമ്മുടെ മുടിക്ക് നല്ലതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ വേറെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. അപ്പൊ ഇനി ഞാൻ ഇതാ ഹെയർ കട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഹെന്ന ചെയ്യാറുണ്ട് കേട്ടോ, മന്ത്ലി വൺസ് ഹെന്ന ചെയ്യാറുണ്ട്. അപ്പോൾ ഹെന്ന ചെയ്യുന്നത് എങ്ങനെയാണ് ഞാൻ വീഡിയോ കാണിച്ചു തരാം. ഞാൻ എന്തൊക്കെ മിക്സ് ചെയ്യും, എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എല്ലാം ഞാൻ വീഡിയോ റെഡിയാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാതെ. അപ്പോൾ ഇത്രയാണ് ഇപ്പോൾ ഹെയർ ചെയ്യുന്നത് കാര്യങ്ങൾ. മുന്നേ ഞാൻ എടുത്ത വീഡിയോയിൽ, ഞാൻ റെഡി ആവുന്നതിന് മുന്നേ എടുത്ത വീഡിയോയിൽ എൻ്റെ ഇത്രയും വന്നുള്ളൂ വീഡിയോ. അപ്പോൾ അതൊന്ന് നിങ്ങൾ ക്ഷമിക്കുക. ആ വീഡിയോ ഞാൻ മുന്നിൽ കുറച്ച് ഭാഗം ഞാനത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഹെയർ കെയർ റൊട്ടീൻ. അപ്പം എന്നാൽ നമുക്ക് മുടി കെട്ടാൻ പോവാം. ബ്യൂട്ടി പാർലറിൽ ഞാൻ കാണിച്ചു തരാം ആരെങ്ങനെ ചെയ്യുന്നതെന്നുള്ളത്. ഞാൻ അവരോട് പെർമിഷൻ ചോദിച്ചിട്ട് എടുക്കാൻ പറ്റുകയാണെങ്കിൽ വീഡിയോ എടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താ അവസ്ഥ എന്ന്, പോയി നോക്കിയാലേ അറിയുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് മുടി കെട്ടാൻ പോവാം. ഓക്കെ, ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ നമ്മുടെ മുടിയിൽ കെട്ടാൻ പറ്റിയ ടവലുണ്ട് എന്ന് പറഞ്ഞില്ലേ, ഡെക്കാത്തലോണത്തെ. ഇതാണ് കേട്ടോ മൈക്രോ ഫൈബറിൻ്റെ ആ ടവൽ. നല്ല അടിപൊളിയാട്ടോ ഇത്. ഇതിനെ 3 സൈസ് ഉണ്ട് എന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. എൻ്റെ അടുത്തുള്ളത് ലാർജ് വണ്ണാണ്. മുടി കെട്ടി വയ്ക്കാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നനഞ്ഞ മുടി കെട്ടി വയ്ക്കാനാണേ.
അപ്പോൾ അതാ ഹെയർ കട്ടൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടാവും കാണാൻ. ഇവിടുന്ന് കാണുമ്പോഴേ ഈ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. വീട്ടിൽ നിന്ന് ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത്ര ഭംഗി ഉണ്ടാവില്ല. എന്തായാലും ഇങ്ങനെയാട്ടോ ഉള്ളത്. ഫ്രണ്ടിൽ ഇങ്ങനെ കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട്, ബാക്കിൽ ലെയർ ചെയ്തിട്ടുണ്ട്. ഹലോ. അപ്പോൾ ഞാൻ മുടി കെട്ടി വന്നു കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഹെയറിൻ്റെ വ്ളോഗ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യൂ, എന്നെ സപ്പോർട്ട് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരോടും ഒരുപാട് താങ്ക് യു, ഒരുപാട് സന്തോഷം.